പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രേരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, എമ്മിമ്മതല്ല എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ച് മാസം 4-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം തരുന്ന സുരക്ഷിതത്വം. പ്രേരെ പ്രഭാതത്തിൽ നാം 91-ാം സങ്കീർത്തനത്തിൻ്റെ ആഴമാണെന്ന് ചിന്തിക്കുന്നത്. 91-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം നമ്മളൊന്ന് പ്രാരംഭമായി വായിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ 7 വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് വായിക്കുകയും ദൈവത്തിൻ്റെ സുരക്ഷിതത്വത്തെ നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യാൻ പോവുകയാണ്. പ്രാരംഭമായി 91-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച്. 91-ാം സങ്കീർത്തനത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത്, ഈ സങ്കീർത്തനം ഒരു ഭക്തൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തെ വിളിച്ച് കാണിക്കുന്നതാണ്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ ദൈവത്തെക്കുറിച്ച് പറയുന്ന ആഴമാണ്. ഹല്ലേലൂയ. ആ നിലയിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ ലോകം മുഴുവൻ ഒത്തിരി ഭയഭീതികൾ വെളിപ്പെടുത്തുന്ന സമയമാണ്. ഹല്ലേലൂയ. രാജ്യം രാജ്യത്തോട് എതിർക്കുകയും യുദ്ധവും ഭൂകമ്പവും പ്രതിസന്ധികളും വെളിപ്പെട്ട് നിൽക്കുന്ന ഈ സമയത്ത് കുടുംബങ്ങൾക്കോ വ്യക്തികൾക്കോ അല്ല അവരെ ജീവന് പോലും വിലയില്ലാത്ത ഈ സമയത്ത് എന്നെ കേൾക്കുന്നവരെ, ഒരു ഭക്തൻ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നാം തിരിച്ചറിയേണ്ടത്, നമ്മൾ പല മേഖലയിൽ ഭാരപ്പെടുകയും ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഈ 7 വാക്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉറപ്പിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിനെ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ മറവിലും ദൈവത്തിൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുന്ന ആ ഭക്തൻ ദൈവം ആരാണെന്നുള്ള ഉറപ്പിൽ ഈ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. 3-ാമത്തെ വാക്യം, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. 4-ാമത്തെ വാക്യം, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഈ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു ഭക്തൻ വായിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിനകത്ത് വലിയ ബലം വെളിപ്പെടും. കാരണം ഒന്നിനും നമ്മെ വിട്ടുകൊടുക്കാതെ അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ കോട്ടയായവൻ, നമ്മുടെ സങ്കേതമായവൻ ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് ഈ 2 വാക്യങ്ങളിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ 5ഉം 6ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ചുറ്റും വെളിപ്പെട്ട് നിൽക്കുന്ന ഭയത്തെ നമുക്ക് പേടിപ്പാനില്ല എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. 5-6 വാക്യങ്ങളിലേക്ക്, രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. 6-ാമത്തെ വാക്യം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. 5-ാമത്തെ വാക്യം പറയാണ്, രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. 6-ാമത്തെ വാക്യം പറയാണ്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ആ ഭാരത്തെ എല്ലാം നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതാ എൻ്റെ കർത്താവ് പറയാണ്, നിന്നെ തൊടുന്ന ഒരു ഭയത്തെയും നിനക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ദാവീദിനോട് ചോദിച്ച ദാവീദ് പറയും, മരണത്തിൻ്റെ താഴ്വരയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം നീ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ദൈവവുമായുള്ള ബന്ധം നിങ്ങൾ ഉറപ്പിച്ചാൽ നിങ്ങൾക്ക് വലിയ പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളത് ഈ പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിയുകയാണ്. 7-ാമത്തെ വാക്യം നമ്മൾ വ്യക്തതയോടൊന്ന് വായിക്കുന്നു. 7-ാമത്തെ വാക്യം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതു ഭാഗത്ത് 10,000 പേരും വീഴും,
എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ വശത്ത് 1000 പേരും വലതു ഭാഗത്ത് 10,000 പേര് വീണാലും അത് നിന്നോട് അടുത്തു വരികയില്ല. എന്നെ കേൾക്കുന്നവരെ, ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം സമയത്തിനാണോ നിങ്ങളിത് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ വിവിധ നിലകളിൽ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. എല്ലാം അവസാനിക്കുമെന്നുള്ള ഭയങ്കര ഭയത്തിലും വിഷമത്തിലുമായിരിക്കാം ഇന്ന് ഈ പ്രഭാതത്തിലെ സന്ദേശം കേൾക്കുന്നത്. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഒന്നും നിന്നോട് അടുത്ത് വരത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആ വാക്യം ഒന്ന് വ്യക്തമായി വായിക്കാം. 121-ാം സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങൾ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. 4-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടൊന്ന് ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവികമായ ആ സുരക്ഷിതത്വം, ആ പ്രൊട്ടക്ഷനും ഏറ്റെടുത്തുകൊണ്ട് ബലത്തോടെ ഇരിക്കുവാൻ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനായിട്ട്. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കുകയില്ല, ഒരനർത്ഥവും എനിക്ക് ഭവിക്കത്തില്ലെന്നുള്ള ആ ബലത്തോടെ ദൈവദൂതന്മാരുടെ സംരക്ഷണത്തിൽ ഈ പ്രഭാതത്തിലായിരിക്കുവാനായിട്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എന്നെ കാക്കുന്നവൻ ജീവിക്കുകയാണ്, അവൻ്റെ കണ്ണുകൾക്കൊന്നും മറവല്ല എന്നുള്ളത് ആ വലിയ ബോധ്യം ഈ പ്രഭാതത്തിൽ അനേകരുടെ മുകളിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. എത്ര പേർക്ക് ഇപ്പോൾ തന്നെ ഈ വാക്കുകൾ വീണ്ടും വീണ്ടും നിങ്ങൾ വായിച്ചു നോക്കുകയും ഈ പ്രഭാത സന്ദേശം നിങ്ങൾ വീണ്ടും കേട്ടു നോക്കുകയും ചെയ്താൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടത്തില്ല. ദൈവത്തെ വീണ്ടും ആശ്രയിക്കും, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുവാനായിട്ട് കൂടുതൽ നാം ശ്രമിക്കും. നമുക്കൊന്നുകൂടെ ഈ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങൾ നിർഭയം വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ സമർപ്പിക്കാം. എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മറവിലും അങ്ങയുടെ നിഴലിലും ജീവിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മോശയോട് പറഞ്ഞതുപോലെ, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞ കർത്താവേ, ഭയപ്പെടാത്ത ഞങ്ങളുടെ സാന്നിധ്യത്തിനായിട്ട്, ഞങ്ങളുടെ കൂടെ വലിയ സന്തോഷം തരുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ഉറപ്പിൽ ഞങ്ങൾ വലിയ ദൈവപ്രവർത്തികൾ കാണാൻ പോകുന്നതിനായി നന്ദി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 91-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ദൈവിക പ്രൊട്ടക്ഷൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കണം. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ ലിങ്കുകൾ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കണമെന്ന് ഓർപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.